എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, ദുബായ് മാൾ, എടക്കര. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ വനം വകുപ്പിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിമുഖത കാട്ടുന്നുവെന്ന് പി അബ്ദുൽ വഹാബ് എം പി. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ 48ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനസംരക്ഷണമാണ് വനംവകുപ്പ് ജീവനക്കാരുടെ പ്രധാന ഉത്തരവാദിത്തം. എന്നാൽ വനനിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കഴിയും. എന്നാൽ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും പരിഹരിക്കാൻ തടസ്സം നിൽക്കുകയാണ് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം വനംവകുപ്പ് ജീവനക്കാർ എന്നും എം പി കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ വിഷയം എങ്ങനെ പരിഹരിക്കാതിരിക്കാം എന്ന് നോക്കുന്നവരാണ് ഇവരെന്നും എം പി പറഞ്ഞു. ഭൂരിഭാഗം ജീവനക്കാരും വന സംരക്ഷണത്തോടൊപ്പം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങളോട് സഹകരിക്കുന്ന മനോഭാവമുള്ളവരാണെന്നും എം പി പറഞ്ഞു. വനഭൂമി കയ്യേറുന്നുവെന്ന ആശങ്ക വനപാലകർക്ക് വേണ്ട. വനഭൂമിയുടെ അളവ് കൂടി വരികയാണ്. ഒരു മരം മുറിച്ചു നീക്കുമ്പോൾ പകരം 2 മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് അത് സംരക്ഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിലമ്പൂരിലെ ജനങ്ങൾക്കും തനിക്കും വനങ്ങളോടും വനപാലകരോടുമുള്ളത് വർഷങ്ങൾ നീണ്ട ബന്ധമാണ്. 1971 ദേശസാൽക്കാരത്തിന്റെ ഭാഗമായാണ് നിലവിലെ വനനിയമങ്ങൾ കൂടുതൽ കർശനമായത്. അതിനു മുൻപ് നിലമ്പൂരിൽ കോവിലകം വക വനവും സർക്കാർ വനവും എന്നിങ്ങനെ 2 തരത്തിലുള്ള വനമാണ് ഉണ്ടായിരുന്നതെന്നും എം പി പറഞ്ഞു. വനപാലകരുടെ ന്യായമായ ആവശ്യങ്ങളോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു. വളരെ നിരന്തര ശ്രമങ്ങളിലൂടെ കേന്ദ്രത്തിലും മറ്റൊക്കെ ഇടപെട്ടിട്ടാണ് പല ഭൂമികളൊക്കെ നമുക്ക് വിട്ടുകിട്ടുന്നത്, റവന്യൂ ആയി കിട്ടുന്നത്. അത് കിട്ടിയതിന് ശേഷം 1, 1.5, 2 കൊല്ലത്തിട്ടാണ് കറക്കിയത്. എന്തിന്? അവിടെ മുകളിൽ CCFന്റെ ഇത് പോയിട്ട് അവരൊക്കെ പാലക്കാടൊക്കെ ഇവിടെ ഒക്കെ, പക്ഷെ അവിടെ അതിൻ്റെ അടിയിൽ ചില ആൾക്കാർ, ഞാൻ ആളെ പറയുന്നില്ല, ഒന്നുകൂടെ ഒരു കൊറി ചെയ്തിടും. പിന്നെ രണ്ടാമത് പോണതൊക്കെ എത്ര കാലമാണ് കാത്തിരുന്നത്. അക്കരെ ഈ ആദിവാസി ജനവിഭാഗം വീടുമൊക്കെ ഉള്ള സ്ഥലത്തിന് വേണ്ടി അത്തിക്കൽ വീട്ടിലൊക്കെ സ്ഥലം കിട്ടാൻ വേണ്ടി കിട്ടി. പക്ഷെ അതിന് ഈ സമയം എടുത്തത്. കേന്ദ്രത്തിലെ മന്ത്രിയോട് പറയാൻ നിങ്ങൾ ആ ഫയലേറ്റ് പോവാ, ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറയാം. പോണ്ടേ? അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങൾക്കുള്ള ആപരാധികളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തരവാദിത്വവും ഉണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലാണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്കും കാര്യം ഉണ്ടാവില്ല, നാട്ടിലും കാര്യം ഉണ്ടാവില്ല. ഫോറസ്റ്റ് നിങ്ങൾക്കറിയാം, ഫോറസ്റ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് നമ്മളെ കേരളത്തിൽ തന്നെ എത്ര മരം മുറിച്ച് എത്ര മരം വെക്കണം എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി നടപ്പാക്കുന്നുണ്ട്. പല പദ്ധതികൾ വരുന്നുണ്ട്. കഴിഞ്ഞ മന്ത്രി വന്നപ്പം എന്നോട് പറഞ്ഞു വീട്ടിൽ നഗരവനം വെക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ധാരാളം ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നാട്ടുകാരെ മുഴുവൻ ഒരു ശത്രുതാ മനോഭാവത്ത്, അയൽപക്കത്ത് ജീവിക്കുന്ന ശത്രുതാ മനോഭാവത്തോട് കൂടി റേഞ്ചർമാരും ഡെപ്യൂട്ടി റേഞ്ചർമാരും അതേമാതിരി താഴെയുള്ള ആൾക്കാരും കാണുന്നത്. അവരൊക്കെ സംഗതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നല്ല വാക്കുകളുണ്ടെങ്കിലും അവരെ സമാധാനപ്പെടണം. കുടുങ്ങിപ്പോയില്ലേ, താമസിച്ചു, രക്ഷയില്ല. ചെറിയ വഴികളൊക്കെ ആയിരിക്കും. ടെക്നിക്കലി പല പ്രശ്നമുണ്ടാവും. ജണ്ടൻ്റെ അടുത്ത് കൂടെ ആയിരിക്കും. ചെറിയ ചില സംഗതികൾ വരെ വളരെ കർശനമായി നടപ്പാക്കുകയും വേറെ പല സംഗതി വിശാല മനസ്കർ അത് നടപ്പാക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സീതുമാധവൻ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂരിന്റെ കലാകാരിയും നാടക സിനിമാ നടിയുമായ നിലമ്പൂർ ആയിഷയെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ഭാരവാഹികളായ ആർ ദിൽഷ്, പി വിനോദ്, കെ ബീരാൻകുട്ടി, കെ സന്തോഷ് കുമാർ, വിവിധ സംഘടനാ പ്രതിനിധികളായ TK നാരായണൻ, ഷാജഹാൻ, KP ശ്രീജിത്ത്, നിതീഷ്, ഭരതൻ, MN ശ്രീകുമാർ, KR ശശികുമാർ, അരുൺലാൽ, MK പരമേശ്വരൻ, PN സജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Teddy Baby Diaper and Pants, #1 Indian baby diaper brand.